ഇങ്ങനെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ നാരകത്തിൻ്റെ നാരങ്ങ പഴുത്ത് ഞാൻ പറിക്കുക. മണം ക്യാമറയിൽ കിട്ടൂല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓറഞ്ചിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് ഇതിന്. മധുരം വേണമെന്ന് നോക്കിക്കേ, വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ നാരകത്തിൻ്റെ നാരങ്ങ പഴുത്ത് ഞാൻ പറിക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം കേട്ടോ. ദേ 2 പറിച്ചാൽ മതിയോ? മതി. ഇതേ മറ്റേത് പഴുക്കാൻ പാകത്തിനായി ഇതിൽ കിടപ്പുണ്ട്. ഇത് ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ പറിക്കും. ഇതിങ്ങനെ ഈ പരുവത്തിന് പഴുത്തത് പറിക്കുവാണ് നാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കാൻ നല്ലത്. എന്നാൽ നല്ല സിറപ്പുണ്ടാവും അതിന്. 2 എണ്ണം പിഴിഞ്ഞ 1 ഗ്ലാസ്സിന് കറക്റ്റായിരിക്കും. പുളിപ്പും അതിനാവശ്യത്തിന് ഷുഗറും നമ്മൾ ചേർക്കണം. 2 എണ്ണം പിഴിഞ്ഞാൽ ധാരാളം മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ പഴുത്തത് പറിച്ച് ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കാം. ഞാനങ്ങനെ വെക്കാത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിണത്തിങ്കരയിലല്ലേ നിൽക്കണം, ഇവിടെ വന്ന് പറിച്ചെടുത്തോണ്ട് പോയാൽ മതിയല്ലോ. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാട്ടോ ഞാൻ പറിച്ച് വെക്കാത്തത്. ഇനി 2 എണ്ണം കൂടെ ചമ്പ്രം കൊണ്ടത് കിടപ്പുണ്ട് താഴെ. ഇതൊരു 4-5 വർഷം മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് അപ്പ വാങ്ങിച്ച് ഒരു കായ നാരങ്ങ വിരിഞ്ഞ് കിടക്കണ പാകത്തിന് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നട്ടതാണ്. ഇതിൽ ധാരാളം ഉണ്ടായി. അപ്പം അത് ഈ വേനൽ സീസൺ തുടങ്ങുമ്പോഴാണ് സാധാരണ ഉണ്ടാവുന്നത്. ഇവിടെ ഇതിന് വളയിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. പിന്നെ നട്ട് 1 കൊല്ലം കണ്ട് കഴിഞ്ഞപ്പോൾ സ്വല്പം എല്ലുപൊടി ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. കൂടാതെ നന്നായിട്ട് നനച്ച് കൊടുക്കും. വേനലാകുമ്പോൾ നല്ല നനവ് വേണം ഇതിന്. അപ്പം ഇതിൽ ധാരാളം ഫലം ഉണ്ടായിക്കോളും. പിന്നെ വെയിൽ കൊള്ളണം കേട്ടോ ചെടിക്ക്. എന്തൊരു മണമെന്ന്, മണം ക്യാമറയിൽ കിട്ടൂല. നമ്മുടെ ചൈനീസ് ഓറഞ്ച് നമ്മൾ പറിച്ചെടുത്ത ചൈനീസ് ഓറഞ്ച് നമ്മുടെ സ്വന്തം. അതെ. അപ്പം നമ്മൾ അതുകൊണ്ട് സാധാരണ ഞങ്ങളിത് ചുമ്മാ ഇങ്ങനെ തോടന്ന് പൊട്ടിച്ച് നാരങ്ങ പിഴിയും പോലെ പിഴിഞ്ഞ് വെച്ച് ഗ്ലാസ്സിൽ ഷുഗർ ഇട്ട് കുടിക്കുവാണ് പതിവ്. പിന്നെ ഞങ്ങൾ വേറൊരു രീതിയും ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇത് സ്ലൈസ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് വെച്ച് ഇത് കട്ട് ചെയ്തത് മിക്സിയിലേക്ക് ഇടുക. കായോട് കൂടി ഇടാം കേട്ടോ. അല്ലേ, ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതി ചെറുതായിട്ട്. തൊണ്ടോട് കൂടി കേട്ടോ. തൊണ്ടും കായും എല്ലാം ഉണ്ട്. കായും ഇടും. കായും ഇടും. കായിട്ട് അപ്പൊ കഴിക്കില്ല. ഇല്ല. കണ്ടോ, ഒരെണ്ണം കൂടെ ഉണ്ട്. സ്വല്പം ഇഞ്ചി ഞാൻ അരിഞ്ഞ് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. കായ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്യുള്ളൂ. അപ്പം കായൊന്നും പൊടിയൂല, അരിച്ചെടുത്താൽ മതി. പിന്നെ നല്ല സ്മെല്ല് കേട്ടോ. ഇതിന് നല്ല സ്മെല്ലല്ലേ, പ്രത്യേക സ്മെല്ലാട്ടോ. കൊതിയാവൂല്ലേ, നല്ലൊരു പ്രത്യേക സ്മെല്ല്. ഓറഞ്ചിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. ചൈനീസ് ഓറഞ്ച് എന്നാണല്ലോ പറയണല്ലേ. അതെ, നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായ ഈ ചൈനീസ് ഓറഞ്ച് കൊണ്ടുള്ള ഒരു നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഒരു ഗുണമുള്ള ഒരു നാരങ്ങ വെള്ളമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ സ്മെല്ലൊക്കെ അടിച്ച് കഴിയുമ്പോഴേക്കും നോക്കിക്കേ, ഷുഗർ നന്നായിട്ട് വേണം. കാരണം ഇതിന് പുളി ഉണ്ടാവും. ഇത് മതിയാവും. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അരിച്ചിട്ട് ഇളക്കി എടുക്കുമ്പോൾ ചേർക്കാം. ഇഞ്ചി ഇട്ടോ? ഇഞ്ചി ഇട്ടു. ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതൊരു കുഞ്ഞൊരു പൊടിക്ക് ഉപ്പ ഇച്ചിരി പാടുള്ളൂ കേട്ടോ. അത് ആ പുളി ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഉപ്പും ഒരു സ്വല്പം ഉപ്പങ്ങ് ചേർന്നാൽ അതൊരു മിക്സായി പോകുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഞാൻ അടിക്കട്ടെ. അടിച്ചോ. ഇപ്പോഴത്തെ ഈ പാൻഡമിക് വന്നിരിക്കുന്ന ഈ സിറ്റുവേഷനിലൊക്കെ ഇതുപോലെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്ന വളരെ നല്ലതാട്ടോ. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി നല്ലോണം ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് സാധനങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പം ഇനി അടിച്ചെടുക്കാം അല്ലേ? അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കായ ഇതിലിട്ടാലും കയ്പും വേറെ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം കായൊക്കെ ആ രീതിയിൽ തന്നെ ഇരിക്കും. ഒന്ന് ക്രഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. തൊണ്ട് കണ്ടോ, തൊണ്ടും കായും അതിൽ തന്നെ കിടപ്പുണ്ട്. ഇത് നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചോണ്ടിരുന്നാൽ ഈ തൊണ്ട് കായും ചേർത്ത് അടിച്ചുകൊണ്ട് കയ്പുണ്ടാവും. അപ്പം അപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ സോഡ ഉണ്ടെങ്കിൽ സോഡ ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. സോഡ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാ നോർമൽ വാട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. ഗ്ലാസ് വന്നു. നമ്മൾ അരിച്ചെടുത്ത ജ്യൂസാണ് സിറപ്പ്. സ്വല്പം വെള്ളം ഒഴിച്ചേ നമ്മൾ അടിക്കുകയുള്ളൂ.
കാരണം പിന്നെ ആവശ്യമുള്ള ജ്യൂസിനുള്ള വെള്ളം നോർമൽ വാട്ടർ ചേർക്കുക. ഇതിൽ ഒഴിക്കുവാണേ. മതിയാവൂല്ലേ? മധുരം നോക്കട്ടെ കേട്ടോ. നല്ലൊരു സ്മെല്ലല്ലേ? ഒരു പ്രത്യേക സ്മെല്ലാട്ടോ ഇതിന്. ഇതിന്റെ സ്മെല്ല് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സാധാരണ നമ്മുടെ ചെറുനാരങ്ങയുടെ ഒരു സ്മെല്ലല്ല ഇതിന്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓറഞ്ചിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് ഇതിന്. ചൈനീസ് ഓറഞ്ച് എന്നാണല്ലോ പറയണത്. അപ്പൊ ഓറഞ്ചിന്റെ പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഉള്ളില് ഓറഞ്ചിന്റെ അല്ലി പോലെയാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അത് ഒരു ദിവസം തൊലി പൊളിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും. തൊലി പൊളിച്ച് ജ്യൂസ് എടുക്കുമ്പോ കാണിക്കാം. അതെ, ഒഴിക്കട്ടെ? ഒഴിച്ചോ. അടിപൊളി. ഇച്ചിരി മധുരം വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. എന്റെ ഭാഗത്തിന് മതി. എനിക്ക് എപ്പോഴും മധുരം കുറയില്ല. നല്ല രുചിയുണ്ട്. ഇത്രയും മതി. മധുരം അധികമായ കൊള്ളൂല അല്ലേ? അതെ. ജ്യൂസും പാകം അല്ലെങ്കിൽ വെള്ളം ചേർത്താൽ കൊള്ളൂല. ഇത് മതിയില്ല, ധാരാളം മതി. എനിക്ക് ഫുൾ ഗ്ലാസ് ആയില്ല കേട്ടോ, 3/4 ഗ്ലാസ് ആയുള്ളൂ. അപ്പൊ സിറപ്പ് അത്രയും അതിന് പാകം. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സിറപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അളവിൽ കാണിച്ചതാണ്. കാര്യം ഒരു വലിയ ചൈനീസ് ഓറഞ്ചും ഒരു ചെറുതും എടുത്തെങ്കിലും സിറപ്പ് എടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വലിയ ഗ്ലാസ് അതുകൊണ്ടാണ്, വിട്ടുള്ളത് കൊണ്ട്.